അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം, അതിലെ സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പാഠമൊന്ന് നോക്കാം. അദ്ദറസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം, ഹാദിമുൽ ലദ്ദാത്ത്. അപ്പോൾ ഈ പാഠത്തിൽ എന്താ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആരാണ് ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരാണ് ഇന്ന് ജനാസയെ അനുഗമിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരാണ് ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം ഉള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും. മൂത്താപ്പയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഖാലിദ് ഈ സംഭവം ഓർത്തു. മൂത്താപ്പ കരയുകയാണ്. ഉസ്താദ് അടുത്ത് ചെന്നിരുന്നു. മൂത്താപ്പ, വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഉസ്താദ്, അങ്ങനെ പറയരുത്, മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഉസ്താദ് ഉപദേശിച്ചു. നിങ്ങൾ ക്ഷമിക്കൂ, രോഗം അള്ളാഹു നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അസ്സലാമു അലൈക്കും. ഉസ്താദ് യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക് മൂത്താപ്പയുടെ രോഗം കലശലായി. മൂസ ഹാജി അദ്ദേഹത്തെ കിബിലയ്ക്ക് തിരിച്ചു കിടത്തി. എല്ലാവരോടും യാസീൻ ഓതാൻ നിർദ്ദേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മൂത്താപ്പയുടെ ചുണ്ടനങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസം നിലച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചുറ്റും കൂടിയവർ പറഞ്ഞു. ബിസ്മില്ലാഹി വ അലാ മില്ലത്തി റസൂലില്ല എന്ന് ചൊല്ലി മൂസ ഹാജി 2 കണ്ണുകളും പൂട്ടി. താടിയെല്ല് തലയിലേക്ക് കെട്ടി. ഉടുത്ത വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചു. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. ഖാലിദിന് ഹദീസ് ഓർമ്മയിൽ വന്നു. എല്ലാവരും ഖുർആൻ പാരായണം ചെയ്തു, പ്രാർത്ഥന നടത്തി. ഖാസിം ഹാജി മരണപ്പെട്ടിരിക്കുന്നു. ജനാസ നിസ്കാരം വൈകുന്നേരം 5 മണിക്ക് നടക്കും. പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഒരു രോഗിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. ഇനി ആ രോഗി മരണപ്പെട്ടാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്, ഇതെല്ലാം ഈ പാഠത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ദിക്ർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ രസങ്ങളും അവസാനിപ്പിക്കുന്ന മരണസ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. ഇനി നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം, ഈ കാര്യങ്ങളെല്ലാം ഉള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും. കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: നോമ്പനുഷ്ഠിക്കുക, ജനാസയെ അനുഗമിക്കുക, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക, രോഗിയെ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മരിച്ച ആൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വഴിക്ക് വഴി എഴുതുക. ഉത്തരം: ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് ചൊല്ലി 2 കണ്ണുകളും പൂട്ടി. താടിയെല്ല് തലയിലേക്ക് കെട്ടി. ഉടുത്ത വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്താദ് മൂത്താപ്പയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ ക്ഷമിക്കൂ,
രോഗം അള്ളാഹു നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. നക്തുബ്. ഇവിടെ കൊടുത്തിട്ടുള്ള അത് ദിക്റുകളൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള വരികളിലേക്ക് നമ്മൾ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ദിക്റ് നോക്കൂ. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. ഇത് അതുപോലെ എടുത്തിട്ട് അവിടെ എഴുതുക. രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാ. മൂന്നാമത്തത് യാസീൻ. നാലാമത്തത് അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. അതും അതുപോലെ എടുത്തെഴുതുക. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന. അർത്ഥം എഴുതാനുള്ളതാണ്. 1. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൻ്റെ അർത്ഥം തീർച്ചയായും നാം അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കവും. രണ്ടാമത്തത് അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. അതിൻ്റെ അർത്ഥം എല്ലാ രസങ്ങളും അവസാനിപ്പിക്കുന്ന മരണസ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. മൂന്നാമത്തത് അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അതിൻ്റെ അർത്ഥമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതിൻ്റെ അർത്ഥം ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഹൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. ഇതോടെ ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് പാഠം തദ്രീബാത്ത് വർക്കൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.